അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അത് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ഹോളുള്ള ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് വേണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ. ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 നുള്ളൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മുട്ടയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. മുട്ട ഒന്ന് കുക്കായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒന്ന് കുക്കായി വരണം. 2 വശവും കുക്കായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്തതോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രമ്പയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ രമ്പയില എടുക്കുമല്ലോ, ആ രമ്പയിലയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിയിൽ മാത്രമല്ല കറികൾക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു മണമാണ്. അപ്പോൾ 1 രമ്പയിലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. രമ്പയില വേണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ പച്ചക്കറി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഒന്ന് വയന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വയന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നിറം ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇനി ചെറിയ 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവ പോകുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തത്. വലിയ ജീരകം നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ ഇതിലേക്ക് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം. മൂടി വെച്ച് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വെന്ത് ഉടഞ്ഞ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് അങ്ങ് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മുട്ട ഇല്ലാന്നുണ്ടെങ്കിൽ, മുട്ട വീട്ടിൽ കുറവാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ട ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി 1 മിനിറ്റ് ഈ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഒന്നും പൊടിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പം ഇനി വീട്ടിൽ മുട്ട കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ടക്കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്